അടുത്തതാണ് ഇക്കോളജിക്കൽ പിരമിഡ്. സോ പിരമിഡുകളെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓരോ ട്രോഫിക് ലെവലുകളും അല്ലെങ്കിൽ സക്സസീവായിട്ട് കാണുന്ന ട്രോഫിക് ലെവലുകൾ ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയാം. സോ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ അഥവാ എനർജി റിലേഷൻഷിപ്പ്, ഓർഗാനിസംസ് തമ്മിലുള്ള ഫുഡ് അല്ലെങ്കിൽ എനർജി റിലേഷൻഷിപ്പ് നമുക്ക് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ പിരമിഡിൻ്റെ ഷേപ്പ് കിട്ടാറുണ്ട്. സോ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സക്സസീവ് ട്രോഫിക് ലെവൽസ് ഓഫ് എൻ ഇക്കോസിസ്റ്റം ഇൻ ദ ഫോം ഓഫ് എ പിരമിഡ്. സോ ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ സക്സസീവ് ട്രോഫിക് ലെവലിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇക്കോളജിക്കൽ പിരമിഡ്. അതിനെ ഫുഡ് പിരമിഡ് എന്നും കൂടി പറയാറുണ്ട്. സോ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവലും ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓരോ ട്രോഫിക് ലെവലിനെയും നമ്മൾ ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്കോളജിക്കൽ പിരമിഡ് കിട്ടുന്നത് അഥവാ ഫുഡ് പിരമിഡ് കിട്ടുന്നത്. സോ നമുക്ക് ഫുഡ് അഥവാ എനർജി റിലേഷൻഷിപ്പ്, ഓരോ ഓർഗാനിസംസ് തമ്മിലുള്ള ഫുഡ് അല്ലെങ്കിൽ എനർജി റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് പിരമിഡിൻ്റെ ഷേപ്പ് കിട്ടാറുണ്ട്. എന്താണ് പിരമിഡ്? പിരമിഡുകൾ സാധാരണ നമ്മൾ നമ്പറുകൾ അല്ലെങ്കിൽ ബയോമാസ് അല്ലെങ്കിൽ എനർജി ഇതൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ 3 ടൈപ്പ് പിരമിഡുകളാണുള്ളത്. 3 ടൈപ്സ് ഓഫ് പിരമിഡുകളാണുള്ളത്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. സോ 3 ടൈപ്സ് ഓഫ് പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. സോ സാധാരണ ഈ പിരമിഡുകളൊക്കെ നമ്മൾ നമ്പർ, ബയോമാസ്, എനർജി ഈ 3 ഇതിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ഇക്കോളജിക്കൽ പിരമിഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ഇനി ഏതൊരു പിരമിഡ് എടുത്താലും അതിൻ്റെ ബേസ്, താഴത്തെ ഭാഗം എന്ന് പറയുന്നത് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ബേസ് ഓഫ് ഈച്ച് പിരമിഡ് റെപ്രസെൻറ്റഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. അതായത് ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഏതൊരു പിരമിഡിൻ്റെയും ബേസിൽ കാണുക. എന്നാൽ എപ്പെക്സ് ഓഫ് പിരമിഡ്, ആ പിരമിഡിൻ്റെ എപ്പെക്സിൽ കാണുന്നത് ടേഴ്സറി അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഏതാണോ ടോപ്പ് ലെവലിലെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ടേഴ്സറി ലെവലിൽ കാണുന്നത് അവരായിരിക്കും അതിൻ്റെ എപ്പെക്സിൽ കാണുക. സോ ബേസിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സായ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ളവരായിരിക്കും ബേസ് ഓഫ് പിരമിഡ് കാണുക. അത് കഴിഞ്ഞ് അതിൻ്റെ എപ്പെക്സ് ഏറ്റവും എൻഡിൽ എന്തായിരിക്കും? ടോപ്പ് ലെവൽ കൺസ്യൂമർ അല്ലെങ്കിൽ ടേഴ്സറി ലെവലിലുള്ള ആ ട്രോഫിക് ലെവലിലുള്ളവരായിരിക്കും നമ്മുടെ എപ്പെക്സിൽ കാണാം. സോ നമുക്കിതിൽ ഓരോ പിരമിഡുകളും ഇക്കോളജിക്കൽ പിരമിഡുകളും നമുക്ക് നോക്കാം.